കുവൈറ്റ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ചവരിൽ 19 പേർ മലയാളികളെന്ന് സംസ്ഥാന സർക്കാർ. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം സ്വദേശികളാണ് മരിച്ചത്. മരിച്ച 15 മലയാളികളെ തിരിച്ചറിഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജും ഉദ്യോഗസ്ഥരും കുവൈറ്റിലേക്ക് പോകും. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സർക്കാർ സഹായത്തിന് പുറമെ വ്യവസായികളായ യൂസഫ് അലിയും രവി പിള്ളയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തുനിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, അറിയേണ്ടത് ഈ മരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ്. എന്താണ് അത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? വേണു, കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. അതായത് 19 മലയാളികൾ മരിച്ചു എന്ന് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൽ 4 പേരെ ഇനി തിരിച്ചറിയാനായിട്ടുണ്ട്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ വിവരവും അതേപോലെ തന്നെ കുവൈറ്റ് മിനിസ്ട്രി ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരവും അത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് 4 പേരെ ഇനി, അതായത് മരിച്ച 19 മലയാളികൾ 4 പേരെ തിരിച്ചറിയാൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയാനുള്ള മലയാളികളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെയും അതേപോലെ തന്നെ കുവൈറ്റിലെ മറ്റ് സംഘടനകളെയും സംസ്ഥാന സർക്കാർ സമീപിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. കുവൈറ്റിലെ രക്ഷാപ്രവർത്തനം, അതേപോലെ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കൽ, ഈ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കൽ, ഇതടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉടൻ തന്നെ കുവൈത്തിലേക്ക് തിരിക്കും. ജീവൻ ബാബു IAS ആരോഗ്യമന്ത്രിയെ അനുഗമിക്കുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് ചേർന്ന സ്പെഷ്യൽ പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഈ ധനസഹായവും അടിയന്തര ധനസഹായവും സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ സഹായമായി നൽകും. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായമായി സംസ്ഥാന സർക്കാർ നൽകുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. അതേസമയം പ്രമുഖ വ്യവസായികളായിട്ടുള്ള യൂസഫ് അലിയും രവി പിള്ളയും സർക്കാരിനെ സഹായം, അതായത് മരിച്ചവർക്കടക്കം സഹായം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതായത് യൂസഫ് അലി 5 ലക്ഷം രൂപയും അതേപോലെ തന്നെ ഈ പ്രമുഖ വ്യവസായിയായിട്ടുള്ള രവി പിള്ള 2 ലക്ഷം രൂപയും മരിച്ചവരുടെ കുടുംബത്തിന് നൽകും എന്നുള്ളതും ഒരു വിവരമായി മുഖ്യമന്ത്രിയെ അറിയിച്ചു. അതും ഈ സർക്കാർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. സാധ്യമായ എല്ലാ സഹായങ്ങളും അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ടെന്നും സർക്കാർ അറിയിക്കുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കും ഗ്ലോബൽ കോൺടാക്ട് സെന്ററും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് കുവൈത്തിൽ നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകി വരികയാണെന്നും മാത്രവുമല്ല കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ KV തോമസ് വിദേശ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം മരിച്ചവരുടെ കണക്ക് വർദ്ധിച്ചു എന്നുള്ളതാണ്. 19 മലയാളികൾക്ക് ആ അപകടത്തിൽ ജീവൻ നഷ്ടമായി എന്നുള്ള ദുഃഖകരമായ വാർത്ത അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വേണു, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.